ഹലോ ഗായ്സ്, എൻ്റെ ഫ്ലൈറ്റ് യാത്ര സെക്കൻഡ് പാർട്ട്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. കോമഡിയാണ് ഗായ്സ്, വളരെ വളരെ കോമഡി. ഇതുവരെയും ആരും ചെയ്യാത്ത എല്ലാ മണ്ടത്തരങ്ങളും ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ഞാൻ ആ ആധാർ കൊണ്ട് കളഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ID പ്രൂഫ് എല്ലാം ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ. എൻ്റെ എല്ലാ സാധനവും തിരിച്ച് കിട്ടിയിരുന്നു, ഞാൻ കൊണ്ട് കളഞ്ഞ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇവരെന്നെ കളിയാക്കുമായിരുന്നു, ആ പുള്ളിക്കാരൻ നിൻ്റെ അടുത്ത് മാത്രം എന്ത് ഇത്രയും ചോദിക്കാനിരിക്കുന്ന, പുള്ളിക്കാരൻ കണ്ടാണല്ലോ അങ്ങേരാണല്ലോ എടുത്ത് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് ഫ്ലൈറ്റിൽ സീറ്റ് നോക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവളെ എൻ്റെ അടുത്ത് ഏതോ സീറ്റാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിപ്പോയി. എന്നിട്ട് അവസാനം ഇവളെ എന്നെ പിടിച്ചെന്നെ അവിടെ ഇരുത്തിയത്, ഇവിടെ ആ സീറ്റെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഇരുന്നു. ഹെഡ്സെറ്റൊക്കെ വച്ച് എല്ലാവരും ഇരിപ്പുണ്ട്. എല്ലാവരും ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, ഹെഡ്സെറ്റ് വെച്ചാൽ ചെവി ഇടത്തില്ല അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്യുക, ഹെഡ്സെറ്റ് ചെവിക്കകത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവളെന്നെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, പ്രശ്നമില്ല. ആദ്യം കുറേ പേടിപ്പിച്ചിട്ട് കുറേ കഴിഞ്ഞ സമയത്തുമ്പോൾ ആശ്വസിപ്പിച്ച് ആർക്കെങ്കിലും ആശ്വാസമാവോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പം പിന്നെ ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു പോകുമ്പോൾ ഓക്കെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഒരു കാര്യമുള്ളത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇതിൽ കയറി ഇതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു മൂവി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണർന്നതെന്ന് പറയുമ്പോൾ പൂനെ എത്തിയതിന് ശേഷം, അതായത് അറൗണ്ട് ഒരു 4 o'clock. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇതൊന്നുമല്ല, ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.